ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ഇന്ന് കലാമണ്ഡലത്തിൽ ജോലിയിൽ പ്രവേശിക്കും. ഭരതനാട്യ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായാണ് നിയമനം. വിവരങ്ങളുമായി സൂരജ് സജി ചെയ്യുന്നു. സൂരജ്, ചുമ്മാതല്ല, MA ഭരതനാട്യത്തിൽ 2ാം റാങ്കോടുകൂടി പാസ്സായ ആളാണ്. അപ്പോൾ അക്കാഡമിക് ബ്രില്യൻസിന് കിട്ടുന്ന ഒരു അംഗീകാരം അല്ലേ? ഹാഷ്മി, തീർച്ചയായും ഈ കലാമണ്ഡലം നടത്തിയ പ്രത്യേക അഭിമുഖത്തിലടക്കം വൻ രീതിയിൽ, അതായത് വലിയ രീതിയിൽ മുന്നേറ്റം നേടിയാണ് ഇപ്പോൾ ഈ RLV രാമകൃഷ്ണൻ ജോലിയിൽ പ്രവേശിക്കുന്നത്. എന്തുകൊണ്ടും അർഹതപ്പെട്ട ജോലി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ കലാമണ്ഡലം പറയുന്ന ഒരു ചരിത്രപരമായ തീരുമാനമാണ്. പ്രത്യേകിച്ച് ഈ മോഹിനിയാട്ടത്തിൽ പുരുഷന്മാർ പങ്കെടുക്കാത്ത, അല്ലെങ്കിൽ പുരുഷന്മാർ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതിനെതിരെയൊക്കെ രാമകൃഷ്ണനെതിരെ രൂക്ഷമായ അധിക്ഷേപം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അപ്പോഴും അദ്ദേഹം നൃത്തത്തെ സ്നേഹിക്കുന്നു, നൃത്തത്തെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ തൻ്റേതായ ഒരു ചരിത്രം സൃഷ്ടിച്ചു വന്ന ആളാണ്. അങ്ങനെ കലാമണ്ഡലത്തിലും ഒരു ചരിത്രം കുറിക്കുന്ന നടപടിയിലേക്ക് ഈ RLV രാമകൃഷ്ണൻ മാറിയിരിക്കുന്നു. അദ്ദേഹം ഈ നൃത്ത ഇനങ്ങളിൽ ഈ അധ്യാപകരായി പുരുഷന്മാർ വരുന്ന ഒരു പതിവില്ല. ആ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ഭരതനാട്യ വിഭാഗത്തിൽ ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്ന. കാശ്മീർ. ഓക്കെ, സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒരു MA ഭരതനാട്യമാണ്, MA മോഹിനിയാട്ടമുണ്ട്. അപ്പോൾ ആ മേഖലയിൽ ഏറ്റവും സമർത്ഥനായിട്ടും മിടുക്കനായ അധ്യാപകൻ ആവട്ടെ RLV രാമകൃഷ്ണൻ. എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ്.